MT മലയാളത്തിൻ്റെ അക്ഷരനക്ഷത്രം. ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് അനിൽ മണ്ണത്തൂർ. അവതരിപ്പിക്കുന്നത് ഷഹീൻ S. ജൂലൈ 15 മലയാള സാഹിത്യത്തിലെ കുലപതിയായിരുന്ന MT വാസുദേവൻ നായരുടെ ജന്മദിനം. 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ ജനിച്ചു. 3 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചേർന്ന അദ്ദേഹം 1952 രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ചെറുകഥാ സമാഹാരം പുറത്തിറക്കി. തുടർന്ന് പല പ്രസിദ്ധീകരണങ്ങളിലുമായി നോവലുകൾ എഴുതാൻ തുടങ്ങി. ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, ബന്ധനം, ഓളവും തീരവും, ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയവയാണ് പ്രധാന ചെറുകഥാ സമാഹാരങ്ങൾ. 4 കെട്ട്, കാലം, 2-ാം മൂഴം, മഞ്ഞ്, അസുരവിത്ത്, വാനപ്രസ്ഥം, വാരണാസി മുതലായ ധാരാളം നോവലുകളും നിർമാല്യം, ഓപ്പോൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഒരു ചെറുപുഞ്ചിരി മുതലായ തിരക്കഥകളും മലയാളത്തിന് നൽകിയിട്ടുണ്ട്. നിർമാല്യം, ഓളവും തീരവും, സതയം എന്നിങ്ങനെ പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 1958 നാലുകെട്ടിന് സാഹിത്യ അക്കാദമി അവാർഡും 1995 ജ്ഞാനപീഠ പുരസ്കാരവും 2005 പത്മഭൂഷണം ഉൾപ്പെടെ സാഹിത്യത്തിനുള്ള മിക്ക അംഗീകാരങ്ങളും ഇദ്ദേഹത്തെത്തിയിട്ടുണ്ട്. 4 തവണ ദേശീയ സിനിമാ തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ സിനിമാ മേഖലയിലെയും ധാരാളം അംഗീകാരങ്ങൾ MT നേടിയിട്ടുണ്ട്. 2024 ക്രിസ്തുമസ് ദിനത്തിലാണ് MT നമ്മെ വിട്ട് പിരിഞ്ഞത്. 2 വർഷം മുൻപ് 2023 MTയുടെ നവതി മലയാള സമൂഹം കൊണ്ടാടിയത് ഇന്നും ഓർമ്മയിലുണ്ട്. മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി വാസുദേവൻ നായരുടെ ഓരോ കഥാപാത്രവും ഇഴുകിച്ചേരുന്നു. MTയുടെ മികച്ച നോവല്ല, പിന്നീട് അദ്ദേഹം സിനിമയാക്കിയ മഞ്ഞ്, കുറഞ്ഞ കഥാപാത്രങ്ങളും സംഭാഷണവും കൊണ്ട് ശ്രദ്ധേയമാണ്. നൈനിറ്റാൾ സ്കൂളിലെ വിമല ടീച്ചർ, സുധീർ മിശ്ര, ബുദ്ധു തുടങ്ങി ചുരുക്കം കഥാപാത്രങ്ങളിലൂടെ വർണ്ണിച്ച സുന്ദര നോവല്ല നൈനിറ്റാളും അവിടുത്തെ തടാകങ്ങളും ഒരു ചിത്രകാരനെ വെല്ലുന്ന രീതിയിൽ വരച്ചു കാണിക്കുന്നു. പ്രണയം, വിയോഗം, കാത്തിരിപ്പ് എന്നീ തലങ്ങളിലൂടെയാണ് കഥ മുന്നേറുന്നത്. ഇന്നലെയുടെയും നാളെയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ജീവിതത്തിലെ വിമല ടീച്ചറുടെ ഒറ്റപ്പെടലും പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും വായനക്കാരനിൽ ജിജ്ഞാസ വളർത്തുന്നു. തടാകത്തിലെ തോണിക്കാരനായ ബുദ്ധു എന്ന കുട്ടിയുടെ അച്ഛനെ തേടിയുള്ള കാത്തിരിപ്പും ഏറെ കൗതുകമുണർത്തുന്നു. വേട്ടക്കാരൻ്റെ മനസ്സാണ് സമൂഹത്തിന് എന്ന MTയുടെ കാഴ്ചപ്പാട് സാധൂകരിക്കുന്നതാണ് പല കഥാപാത്രങ്ങളും. ഗോവിന്ദൻകുട്ടിയെയും വേലായുധനെയും പുഷ്പോത്ത് തങ്കമണിയെയും അപ്പുണ്ണിയെയും സമൂഹം വേട്ടയാടുന്നത് ഏത് രീതിയിലാണെന്ന് പല കഥകളിലൂടെയും നാം കാണുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേദന MTയുടെ പല കഥകളിലും പ്രകടമാണ്. ഓപ്പോളിലായാലും കുട്ടിയടത്തിയിലായാലും മുറപ്പെണ്ണിലായാലും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയെ കാണുമ്പോഴും അങ്ങനെ മിക്ക കഥകളിലും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നവരുടെ വേദന MT പറയുന്നു. സമൂഹം ചതിയനായി കണ്ട ചന്തുവിനെ, മഹാഭാരതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഭീമനെ എത്ര മനോഹരമായാണ് MT വർണ്ണിച്ചിരുന്നത്. സമൂഹ വ്യവസ്ഥിതിയിലെ അനാചാരങ്ങളെ പല MT കൃതികളിലും വിമർശന വിധേയമായി കാണാം. താൻ ജനിച്ച നായർ സമുദായത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെ പല കൃതികളിലും അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട്. MTയുടെ പല രചനകളിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അമൃതം ഗമയ, അക്ഷരത്തെറ്റ് തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. 2-ാം മൂഴം സിനിമയായി കണ്ടില്ല എന്ന വേദനയും ഇവിടെ പങ്കുവെക്കട്ടെ. MT ഒരു എഴുത്തുകാരൻ, സിനിമാ പ്രവർത്തകൻ എന്നതിലുപരി പത്രാധിപർ, മികച്ച സംഘാടകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമി പത്രാധിപർ എന്ന നിലയിൽ പല ആധുനിക എഴുത്തുകാരെയും വാർത്തെടുക്കുന്നതിൽ ഏറെ പങ്ക് വഹിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ഭാരവാഹി എന്ന നിലയിലും തിരൂരിലെ തുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ എന്ന നിലയിലും കൈരളിക്ക് നൽകിയ സംഭാവന എടുത്തു പറയേണ്ടതാണ്. ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
എഴുത്തിലെ ഭാഷയും ഭാവവും പരിശോധിച്ചാൽ നോബൽ സമ്മാനം നേടിയ പല എഴുത്തുകാരോടും കിടപിടിക്കുന്നതാണ്. MTയുടെ നാടൻ ഭാഷ അതെ നോബൽ സമ്മാനത്തിന് അർഹതയുള്ള ഒരു പ്രതിഭയായിരുന്നു MT എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം.